ഹലോ വെൽക്കം ടു മാസ്റ്റർ ലിറ്ററേച്ചർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ദ സൗത്ത് സീ ബബിൾ. സോ ഈ വീഡിയോ കണ്ട് ഈ ഒരു ടോപ്പിക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ ദാറ്റ്സ് ഇറ്റ്, നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ദ സൗത്ത് സീ ബബിൾ. ഈ ഒരു സൗത്ത് സീ ബബിൾ എന്താണ്? ഈ ഒരു നെയിം അവർക്ക് വന്നത് 1720 1720 അതിൽ നടന്ന ഒരു കൊലാപ്സ് ആയിരുന്നു. സൗത്ത് സീ കമ്പനീൻ്റെ കൊലാപ്സ് കാരണമാണ് ഈ ഒരു സൗത്ത് സീ ബബിൾ എന്ന് പറയുന്ന നെയിം വരാനുള്ള മെയിൻ കാരണം. സോ ഈ ഒരു സൗത്ത് സീ ബബിള് ക്രിയേറ്റ് ചെയ്തത്, ഈ ഒരു കമ്പനി ക്രിയേറ്റഡ് ഇൻ 1711. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്പനി നിർമ്മിച്ചത്? ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സൗത്ത് സീയിലും അതുപോലെ തന്നെ ന്യൂ വേൾഡിലുള്ള സ്പാനിഷ് കോളനീസിലും ട്രേഡിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സൗത്ത് സീ കമ്പനി നിർമ്മിച്ചത്. സോ ഈ ഒരു സൗത്ത് സീ ബബിൾ, ഈ ബബിൾ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ്? ഫിനാൻഷ്യൽ ക്രൈസിസിനെയാണ് ഈ ഒരു സൗത്ത് സീ ബബിൾ എന്ന് അറിയപ്പെട്ടത് ലേറ്റർ. ഓക്കെ, സോ ഈ ഒരു കമ്പനീൻ്റെ മെയിൻ മോട്ടിവേഷൻ, മെയിൻ എയിം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് ഒരു ന്യൂ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാകുക എന്ന് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, അതുപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു തിരിച്ചടി പോലെയും, അതുപോലെ തന്നെ ഈ ഒരു കമ്പനിയിൽ നിന്നുള്ള റവന്യൂ ഈ ഒരു നേഷന് ഡെപ്റ്റ് തീർക്കാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ഒരു വാറ് നീണ്ടുപോയി 1713 വരെ യൂട്രെക്റ്റ് ഉടമ്പടി ഒപ്പുവെച്ചില്ല. അതുപോലെ തന്നെ ഈ ഒരു കമ്പനീൻ്റെ പ്രവർത്തനങ്ങളും വൈകിപ്പിച്ചു. ഓക്കെ, സോ ഇവരെ പ്രിസംഷൻ എന്തായിരുന്നു? അവർ വിചാരിച്ചത് എന്താണ്? ഈ ഒരു സ്പാനിഷ് സക്സഷനിൽ നിന്നുള്ള ആ ഒരു വാറിൽ ബ്രിട്ടൻ വിജയിക്കുമെന്നും അതുപോലെ തന്നെ ഈ ഒരു സൗത്ത് സീ ബബിൾ കമ്പനി നല്ലോണം അഡ്വാൻറ്റേജസിലേക്ക് എത്തുമെന്നൊക്കെ ആയിരുന്നു ഇവരുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. സോ എന്നിരുന്നാലും ഈ ഒരു വാറ് നീണ്ടുപോയി. ഓക്കെ, സോ 1713 വരെ യൂട്രെക്റ്റ് വാറ് ഒപ്പിട്ടില്ല, സൈൻ ഇട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വാറ് നീണ്ടുപോയി. കമ്പനീൻ്റെ കുറേ കാര്യങ്ങളും ചെയ്യുന്നതൊക്കെ നീണ്ടുപോയി. സോ ഈ ഒരു 1717 വരെ ഈ ഒരു കമ്പനി ഷിപ്മെൻറ്റ്സ് ഒന്നും ചെയ്തില്ല, മീൻസ് സാധനങ്ങളൊന്നും കയറ്റി വിട്ടില്ല, ഷിപ്മെൻറ്റ്സ് ഒന്നും ചെയ്ത് നിർത്തി. അതുകൊണ്ട് തന്നെ ഒരു സ്പാനിഷിൻ്റെ തമ്മിലും ഇംഗ്ലീഷുകാരുടെ തമ്മിലും ഒരു ടെൻഷൻസ് വരാനിത് കാരണമാക്കി. സോ ഈ ഒരു കമ്പനി ഇങ്ങനത്തെ ഒരു രീതിയിലേക്ക് മാറുന്നത് കൊണ്ട് തന്നെ കുറേ ഇൻവെസ്റ്റേഴ്സ് ലൈൻഡ് അപ്പ് ആയിട്ട് വന്നു. കുറേ ഇൻവെസ്റ്റേഴ്സ് വന്നിട്ട് ഈ ഒരു കമ്പനീൻ്റെ ഒരു ഷെയർ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ബിറ്റ്വീൻ ജാനുവരി ആൻഡ് ജൂൺ, ഓക്കെ, 1720 ജാനുവരി ആൻഡ് ജൂണിൻ്റെ അടുക്ക് ഈ ഒരു സൗത്ത് സീ കമ്പനി എന്ന ആ ഒരു കമ്പനീൻ്റെ വാല്യൂ $128 നിന്നും മോർ ദാൻ $1,000 എന്ന രീതിയിലേക്ക് ആയി. സോ ഇങ്ങനൊരു കുതിച്ചേറ്റം വരുമ്പോൾക്ക് കുറേ ആൾ എന്ത് വിശ്വസിക്കാൻ തുടങ്ങി? ഒരു സൗത്ത് സീ കമ്പനി നല്ല രീതിയിൽ ഇനി പെർഫോം ചെയ്യും, ഈ ഒരു കമ്പനിക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടി എന്നൊക്കെ വിശ്വസിക്കാൻ തുടങ്ങി. ബട്ട് എന്ത് പറ്റി? സൂൺ ആ ഒരു പ്രൈസസൊക്കെ കുറഞ്ഞു വന്നു, പ്രൈസൊക്കെ കൊലാപ്സായി, അതുപോലെ തന്നെ ബാങ്ക്രപ്റ്റീസൊക്കെ വന്നു. ഓക്കെ, സോ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത കുറച്ച് ഇൻവെസ്റ്റേഴ്സിന് $50,000 വരെ ഇതിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു സിറ്റുവേഷന് ഒരു സൊല്യൂഷനായിട്ട് വന്നതാരാണ്? റോബർട്ട് വാൾപോളാണ്. സോ അദ്ദേഹത്തിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലും അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിനും സൗത്ത് സീ സ്റ്റോക്കിൽ 9 മില്യൺ പൗണ്ട് ഏറ്റെടുക്കാൻ കഴിഞ്ഞു. ഓക്കെ, സോ ബൈ ദ എൻഡ് ഓഫ് ഇയർ, ആ ഒരു ഇയറിൻ്റെ അവസാനത്തെ ആ ഒരു സമയത്ത് ഈ ഒരു സൗത്ത് സീ കമ്പനീൻ്റെ സ്റ്റോക്കിന് $200, ഓക്കെ, അതായി ഉയർന്നു. അതുപോലെ തന്നെ ഈ ഒരു റോബർട്ട് വാൾപോൾ ബ്രിട്ടൻ്റെ ആദ്യത്തെ ഡിഫാക്റ്റോ ഫസ്റ്റ് പ്രൈം മിനിസ്റ്ററായിട്ട് മാറി. മീൻസ് യഥാർത്ഥ പ്രൈം മിനിസ്റ്ററായിട്ട് മാറുന്ന ആ ഒരു വേലായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞതോടുകൂടി റോബർട്ട് വാൾപോളിന് ആ ഒരു ഇത് കിട്ടിയതോടുകൂടി ഫസ്റ്റ് പ്രൈം മിനിസ്റ്ററുമായി. സോ ഇതാണ് ഈ ഒരു സൗത്ത് സീ ബബിളിൽ പറയുന്നത്. ഈ ഒരു സൗത്ത് സീ ബബിൾ എന്ന് പറയുന്ന ഒരു കമ്പനീൻ്റെ കൊളാപ്സ് കൊണ്ടാണ് ഈ ഒരു സൗത്ത് സീ ബബിൾ എന്ന നെയിം വന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ സൗത്ത് സീ ബബിൾ. സോ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.